നിങ്ങളുടെയും കൽബിൽ ഹബീബായ തങ്ങളോട് മഹബത്ത് വേണം. നന്നായി സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ ജീവിതത്തിൽ നബിതങ്ങളുടെ സുന്നത്തുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇതിലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, 5 നേരത്തെ നിസ്കാര ഖളാവല്ലേ, പരമാവധി സുന്നത്ത് നിസ്കരിക്കണേ. കളവ് പറയല്ലേ. മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. വഞ്ചന ചെയ്യല്ലേ. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അനാവശ്യങ്ങളിൽ ഇടപെടല്ലേ. വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് പോകല്ലേ. മറ്റുള്ളവരുടെ ന്യൂനതകളെ തേടി നടക്കല്ലേ. അനാവശ്യ കാഴ്ചകൾ കാണല്ലേ. തഖ്വയോടെ ജീവിക്കണേ. എപ്പോഴാണ് മരണം വരികയെന്നറിയില്ല. ആ മരിക്കുന്ന സമയത്ത് മുത്തുനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കാണണ്ടേ മോനെ. അല്ലാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ കണ്ട് തങ്ങൾ നമ്മളെ നോക്കി ചിരിക്കുകയാണ്. നമ്മൾ അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് സന്തോഷിക്കുകയാണ്. എന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് നീ മരണം നൽകണേ റഹ്മാനേ. ജരീർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയാണ്, ഞാൻ ഇസ്ലാമായതിൽ പിന്നെ ചിരിച്ചുകൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നോക്കിയിട്ടില്ല. എത്ര ഭാഗ്യമുള്ള സ്വഹാബിയാണ്. എത്ര സൗഭാഗ്യവാനായ സ്വഹാബിയാണ്. അതുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തെല്ലാം നാളെ ഓടിച്ചെല്ലുമ്പോൾ പരലോകത്ത് നമുക്ക് മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു അനുമതി വേണം. എന്റെ ഉമ്മ പെങ്ങന്മാരെ, ഒരു മോശത്തരത്തിലും വീണുപോവല്ലേ. ഒരനാവശ്യത്തിലും പെട്ടുപോവല്ലേ. നിസ്കാരം ഖളാ ആക്കല്ലേ. ഖുർആൻ പാരായണം ജീവിതത്തിൽ കൊണ്ടുവരണേ. മക്കളെ നല്ലപോലെ ദീനിന്റെ വഴിയിൽ പഠിപ്പിക്കണേ. ഭർത്താക്കന്മാരുമായി നല്ല ജീവിതം നയിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീകും, നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ വീട്ടുകാർക്ക് നല്ലവരാണ്, നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭാര്യയ്ക്ക് നല്ല അഭിപ്രായമാണോ പറയാനുള്ളത്? എന്നാൽ നിങ്ങൾ നല്ലവരാണ്. നിങ്ങൾ നാട്ടിൽ നല്ല ആളാണ്, വീട്ടിൽ മോശമായ ആളാണെങ്കിൽ നിങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ വില കുറവാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീകും, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലതാണോ? എന്നാൽ നിങ്ങൾ നല്ലവരാണ്. അന ഖൈറുക്കും ലിഅഹ്ലീ, എന്റെ ഭാര്യമാരെന്നെ കുറിച്ച് കംപ്ലൈന്റ് പറയൂല. ഞാൻ എന്റെ വീട്ടുകാരോട് നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളാണ്. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരോട് നല്ലവരായി ജീവിക്കണം. എന്റെ ഉമ്മ പെങ്ങന്മാരെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ മാതത് ഇംറഅത്തുൻ വസൗജുഹാ റാദിൻ അൻഹാ, ഒരു ഭാര്യ, ഒരു സ്ത്രീ മരണപ്പെട്ടു, ആ സ്ത്രീയെക്കുറിച്ച് ഭർത്താവിന് പൊരുത്തമാണ്, വിരോധമില്ല, ദേഷ്യമില്ല, ആ നിലക്കാണ് ഒരു പെണ്ണ് മരിക്കുന്നതെങ്കിൽ ദഖലത്തിൽ ജന്ന, അവള് സ്വർഗത്തിൽ കടന്നതു തന്നെ. ഒരു സ്ത്രീ വീട് നല്ലതുപോലെ പരിപാലിച്ചു, മക്കളെ നല്ലതുപോലെ പരിചരിച്ചു, ഭർത്താവിനെ വേണ്ട പോലെ അനുസരിച്ചു, ഭർത്താവിന്റെ സ്വത്ത് സൂക്ഷ്മതയോടെ വിനിയോഗിച്ചു, അങ്ങനെ നല്ല ചിട്ടയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന പുരുഷന്മാരെ പോലെയുള്ള പദവി ആ സ്ത്രീക്കുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം.
എന്റെ ഉമ്മ പെങ്ങന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീഴുമ്പോൾ വാപ്പയില്ല. വാപ്പയുടെയും ഉമ്മയുടെയും സ്ഥാനം ഒരു സ്ത്രീയാണ് ഏറ്റെടുത്തത്. അതാണ് ഉമ്മുൻ നബി ആമിന ബിന്ത് വഹബ് റളിയല്ലാഹു അൻഹാ. പിന്നീട് മുത്തുനബി തങ്ങളെ നോക്കിയത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അന്ന് താരാട്ടുപാടി വളർത്തിയത് ഷൈമാ ബീവി എന്നവരാണ്. പിന്നെ മുത്തുനബി തങ്ങൾക്ക് മക്കത്ത് വസ്ത്രമലക്കി കൊടുത്തതും തങ്ങൾക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്തതും അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ മുത്തുനബി തങ്ങളുടെ മൂത്താപ്പയുടെ ഭാര്യയായ മഹദിയായ ഫാത്തിമ ബിന്ത് അസദ് എന്നവരാണ്. പിന്നീട് ഇടയിൽ മുത്തുനബി തങ്ങൾക്ക് സേവനം ചെയ്തത് സുവൈബത്തുൽ അസ്ലമിയ എന്ന മഹദിയാണ്. മുത്തുനബി തങ്ങൾ അബവായിൽ വെച്ചുകൊണ്ട് ഉമ്മയുടെ വിയോഗത്തിന് സാക്ഷിയായി. ആ സമയത്ത് കൂട്ടിക്കൊണ്ട് വന്നത് മഹദിയായ മുത്തുനബി തങ്ങളുടെ ഖാദിമത്താണ്. പിന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായത് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ തങ്ങളെ സങ്കടം പറഞ്ഞിരുന്നത് ആരോടാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്ഥാനമേതാണ്? ഖുർആൻ ഇറങ്ങിയപ്പോൾ അതിന്റെ ഗൗരവത്താൽ മുത്തുനബി തങ്ങളെ പുതപ്പിട്ട് കിടക്കാൻ ഓടി വന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന മഹദിയുടെ അടുക്കലേക്കാണ്. പിന്നെ മുത്തുനബി തങ്ങളുടെ സങ്കടം കേട്ടത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. പിന്നെ മുത്തുനബി തങ്ങൾക്ക് ആശ്വാസം നൽകിയതിൽ അതാ ഫാത്തിമ ബീവിയേക്കാൾ 2 വയസ്സ് ചെറുപ്പമുള്ള ആയിഷ റളിയല്ലാഹു അൻഹയാണ്. മുത്തുനബി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു മഹദിയുടെ മടിത്തട്ടിൽ കിടന്നാണ്, ഒരു മഹാന്റെ മടിത്തട്ടിലല്ല. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നാണ്. ആ മഹദിയുടെ ഉമിനീരാണ് നബിതങ്ങളുടെ വായിലേക്ക് ചെന്ന അവസാനത്തെ നനവ്. അഥവാ മിസ്വാക്ക് നനച്ചു കൊടുത്ത നനവ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമിനീരിന്റെ നനവാണ്. അവസാനം നബിതങ്ങൾ വസിയ്യത്ത് ചെയ്തത് സ്ത്രീകളെ നല്ല പോലെ നോക്കണേ എന്നാണ്. അതുകൊണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളുടെ കാര്യത്തിൽ നബിതങ്ങൾക്ക് വലിയ ശ്രദ്ധയാണ്. ആണുങ്ങൾ നിങ്ങളെ തല്ലരുതെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കഷ്ടപ്പെടുത്തരുതെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലയോ സഹോദരിമാരെ, നിങ്ങൾ അനാവശ്യമായോ അമിതാവശ്യമായോ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുത്തരുതെന്നും പറഞ്ഞിട്ടുണ്ട്. നല്ല കുടുംബജീവിതം നയിക്കണമെന്ന് മാതൃകാപരമായി കാണിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ എങ്ങനെ പോറ്റണമെന്ന് കാണിച്ചു തന്ന നബിയാണ്. മക്കളെ സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച നബിയാണ്. മോളോട് പറഞ്ഞ മോളെ, മോൾ എവിടുത്തെ ആഭരണം ഇടുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല, മോള് സ്വർഗത്തിലെ റാണിയാണ് എന്ന് പറഞ്ഞിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് സംഭാഷണം നടത്തിയത്. മുത്തുനബി തങ്ങളുടെ ആൺമക്കളെന്ന് പറയാൻ പറ്റുന്ന പേരമക്കളായ ഹസനൈനി നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ്. തങ്ങളുടെ നേരെ മകനെന്ന് പറയാൻ പറ്റുന്ന മരുമകൻ അതാ മദീനത്തുൽ ഇൽമിന്റെ കവാടമാണ്. അലിയുൻ ബാബുഹാ. അങ്ങനെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് വിളിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നിറച്ചു തരണേ റഹ്മാനെ. ഒരുപാട് തവണ മദീനയിലെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരു 10 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ നൽകുമാറാകട്ടെ. സൈഫുല്ലാഹ്